ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൺഡേ മോട്ടിവേഷൻ്റെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇത് ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്, എൻ്റെ തുടക്കമാണ്. തുടക്കത്തിൽ നിങ്ങൾ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരണം എന്നാലാണ് എനിക്ക് ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളാണ് എൻ്റെ എല്ലാം. നിങ്ങളെന്നെ നല്ലോണം ഇതുവരെയായിട്ടും നിങ്ങൾ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമാതിരി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കെന്ന് പറയാനുള്ളൊരു വിഷയമെന്ന് പറഞ്ഞാൽ, നമ്മൾ നാളത്തെ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ വല്ലാതെ ആകുലരാണ്. നാളെ നമുക്ക് നമ്മൾ കുറേയേറെ ടെൻഷൻ അടിക്കുന്ന ഒരു ദിവസമാണ്. നാളെ തിങ്കളാണ്, ഇന്ന് ഞായറാണ്. നാളെ എന്തൊക്കെ ഉണ്ടാകാം, നമ്മുടെ ജോലിപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ടെൻഷനുള്ളവരാണ്. നമ്മൾ കുറേയധികം ടെൻഷനുകൾ നമ്മൾ ഒഴിവാക്കാം. നാളെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു വിചാരിക്കാം. എന്നാൽ അതിനെല്ലാം വിചാരിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നാളത്തേക്കുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ഒരുക്കി വയ്ക്കുക. നാളെ നമ്മുടെ പകുതി ടെൻഷൻ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ ഇന്ന് പള്ളിയിൽ പോയി, എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പോകാത്തവരിപ്പോൾ പോയിട്ടുണ്ടാകാം. ഇത് റെക്കോർഡഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഫോണുകളിലേക്കൊക്കെ ഈ വീഡിയോ വരികയുള്ളൂ. നമുക്ക് പള്ളിയിലേക്ക് പോയി വന്നിട്ട് നമ്മൾ കുറച്ച് നേരം സ്വസ്ഥമായിരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുറച്ച് സമയമാണ് എനിക്ക് നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോ കുറച്ച് നേരമേ ഉണ്ടാകുകയുള്ളൂ. ഇന്നതിൻ്റെ തുടക്കമാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച തൊട്ടാണ് ഓരോ വിഷയങ്ങൾ ന്യൂ സബ്ജക്ട്സ് ചർച്ച ചെയ്യാനായിട്ട് വച്ചുള്ളൂ. നാം ഇന്ന് അങ്ങനെയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നിട്ടില്ല. ഇന്നൊരു തരാൻ പറ്റിയ സബ്ജക്റ്റ് എനിക്ക് വന്നിട്ടില്ല. നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൂടുതലായും വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. വിശുദ്ധ കുർബാന നമുക്കറിയാം. നമ്മൾ ഞായറാഴ്ചകൾ അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയി ഇതിലൂടെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ അപ്പം സ്വീകരിക്കും, അതായത് ദിവ്യീകരണം സ്വീകരിക്കുന്നവരാണ്. നമ്മൾ കുംസാരിച്ച് ഒരുങ്ങി ദിവ്യീകരണം സ്വീകരിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുമക്കളാണ് നമ്മൾ. ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദൈവം തരും. ദൈവം തരാതിരിക്കില്ല. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി, എത്ര കൂട്ടുകാരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാലും അവിടുന്ന് ആ പ്രശ്നത്തിന് ഇതുണ്ടാവില്ല. നമ്മൾ ഫുട്ബോൾ കളി കാണാൻ പോണവരാണ്. നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിൽ പോയിരുന്നവരുണ്ടോ, 10 പേരാണ് കളിക്കുക. പക്ഷേ എന്താ പറയുക, ഒരാളാണ് ഒരു ബോൾ വരുമ്പോൾ ഗോൾ പോസ്റ്റിലുണ്ടാവുക. ആ ഒരാളുടെ ടെൻഷൻ ബാക്കിയുള്ള ആരും ഉണ്ടാവില്ല. ഗോൾ പോസ്റ്റിൽ ഗോൾ തടയാൻ അവളൊച്ചയ്ക്കാണ് തടയേണ്ടത്. അവളൊച്ചയ്ക്ക് നേരിടുന്നുണ്ടതിന്. ആ മതി തന്നെ നമ്മൾ ഒച്ചയ്ക്ക് നേരിടണം. നമ്മൾ മറ്റുള്ളവരുണ്ട് എന്ന് വിചാരിക്കാതെ നമ്മൾ ഒച്ചയ്ക്ക് നേരിടണം. പക്ഷെ നമ്മുടെ കൂടെ തളർന്നാലും നമ്മളെ കൈപിടിച്ചു വരുന്ന നമ്മുടെ കർത്താവായ മിശിഹ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധവും വിശ്വാസവും നമുക്ക് വേണം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഇന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ മൊബൈലിൽ നോണ്ടിയിരിക്കുക, TV കണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുടുംബത്തോടു കൂടി നമ്മൾ പ്രാർത്ഥന എത്തിക്കണം. അതുകൊണ്ടാണ് അതിനെ കുടുംബ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. നമുക്ക് കൂടുതലായി ദൈവത്തോട് അടുക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത ഞായറാഴ്ച ചർച്ച ചെയ്യാൻ പോകുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യാം. അതെനിക്ക് അടുത്ത ഞായറാഴ്ചയിലേക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്ന് ഈ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാമെന്നല്ല വിചാരിച്ചു നോക്കുന്നത്. അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ പറ്റി അതിൻ്റെ അടുത്ത ഞായറാഴ്ച ഒരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ ഉള്ളടക്കം എനിക്കത്ര വ്യക്തമായിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടി പഠിച്ചിട്ടാണ് ഞാൻ വരിക. എല്ലാ ഞായറാഴ്ചയും ഇടാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ തിങ്കളാഴ്ച അത് ഇട്ടിരിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ
ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ്. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് കാറ് വേണം, വീട് വേണം, എനിക്ക് മറ്റേത് വേണം. ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോകും. നിങ്ങൾ മിക്കവരും കാര്യം നടക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകുന്നവരുണ്ട്. കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാറില്ല. പിന്നെ പള്ളിയുടെ വഴി ഏതാ, പള്ളി തെക്കി വിടുന്നു, പള്ളിയുടെ അച്ഛനേതാ ഒന്നറിയില്ല. അതോടെ നമ്മൾ ഭയങ്കര മണിയടിയുണ്ട് ഇതിനടുത്ത്. നമ്മൾ പള്ളിയിൽ പോകും സ്ഥിരമായിട്ട്, പിന്നെ എന്നിട്ട് മെഴുതി കത്തിക്കുകയും ഏറെ കുറേ വിശുദ്ധിയുമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ നടക്കുക. എന്നാൽ കാര്യം നടന്നാൽ പിന്നെ നമ്മൾ ദൈവം ദൈവത്തെ അറിയില്ല, പള്ളിയുടെ വഴി അറിയില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയും അടുത്ത ഞായറാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയും വെച്ച്, വിശുദ്ധ കുർബാനയും ഗുണങ്ങളെയും വെച്ച് വിശുദ്ധ കുർബാന നടക്കുന്നത് എന്താണ്. എല്ലാവർക്കും അറിയാം, ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ളതാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അതിനെ കുറച്ചുകൂടി വ്യക്തമാക്കി, വിശുദ്ധ കുർബാന നടക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഒരു വൈദികൻ വെറുതെ ഒരു ബലി അർപ്പിക്കുന്നതല്ല. നമ്മുടെ കർത്താവായ മിശിഹ കാൽവരിയിൽ അർപ്പിച്ച ബലി ഇവിടെ അനുസ്മരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യവും നമുക്കുണ്ടാകണം. നാളെ മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആ വിശുദ്ധ കുർബാന ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരുന്ന സൺഡേ മോട്ടിവേഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവരും ദൈവത്തെ അറിയുന്നവരാണ്. ദൈവം ആരാണെന്ന് അറിയാത്തൊരു വ്യക്തി പോലും ഉണ്ടാവില്ല. കാരണം സൺഡേ കാറ്റഗിസം ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഇടവകയിലൊക്കെ. എല്ലാവരും സൺഡേ കാറ്റഗിസത്തിന് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ എല്ലാവരും സൺഡേ കാറ്റഗിസം ഇഷ്ടപ്പെടുന്നവരൊന്നല്ല. അങ്ങനെ സൺഡേ കാറ്റഗിസം പഠിച്ചിട്ട് ജോലിയോ പദവിയോ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. എന്നാൽ സ്കൂളിൽ പഠിച്ചിട്ട് ജോലി കിട്ടും, പദവി കിട്ടും, പഠിപ്പ് കിട്ടും. എഡ്യൂക്കേഷനാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കുറേ പേര് ഫോണിന് അഡിക്റ്റാവുന്നവരുണ്ട്. ഫോണോട് നമുക്ക് നല്ല ഉപയോഗമുണ്ട്, ദുഷ്ടോപയോഗമുണ്ട്. നല്ലൊരു ഉപയോഗത്തിന് നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫോണിൽ അഡിക്റ്റാവാതെയും. ഫോൺ അടിച്ചാൽ നമുക്കൊരു വിഷയമുണ്ട്. നമ്മുടെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ ഫോണൊന്ന് എടുത്ത് നോക്കണം, ആ റീൽസ് ഒന്ന് നോക്കണം. നമ്മൾ ഈ 12 മണി വരെ ഇടുന്ന റീൽസ് നോക്കിയിട്ട് കാലത്ത് എനിക്കുമ്പോൾ പിള്ളേരാണെങ്കിൽ അമ്മ ഞാൻ എനിക്കണം വലിയൊരവസ്ഥയാണെങ്കിൽ വയ്യ ക്ഷീണം. നമ്മൾ ഈ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു മണിക്കൂറുകളോളം നമ്മൾ കളയുന്നുണ്ട്. ഇങ്ങനെ കളയുന്നത് പാപമാണ്. നമുക്ക് ദൈവം നൽകുന്ന സമയം നമുക്ക് കൃത്യമായി വിനിയോഗിക്കും. നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊത്ത് ജീവിക്കണം. എല്ലാവരും സംസാരിക്കണം, പള്ളിയിൽ പോകണം, ദിവ്യകാരുണ്യം സ്വീകരിക്കണം. നാളെ ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും അടുത്ത ഞായറാഴ്ചയിലെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ മാതിരി ആയിരിക്കുകയില്ല അടുത്ത ഞായറാഴ്ച. ഇത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമായി പറയാത്തത്. അടുത്ത ഞായറാഴ്ചയിലെ വീഡിയോയിൽ വിശുദ്ധ കുർബാനയെ പറ്റിയും അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ്, ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയും ഞാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.